എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാസർ എന്ന വ്യക്തി എൻ്റെ സ്വന്തം ഉപ്പ തന്നെയാണ്. ആ ചോര തന്നെയാണ് എൻ്റെ ഞരമ്പിൽ ഓടുന്നത്. പക്ഷേ ആ ബന്ധം 25 വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ്. 25 വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോൺടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല, ഉണ്ടായിട്ടുമില്ല. പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നതും. ഇപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ അയൽവാസികളോടും അന്ന് എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകളോടും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകളോടും എന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തും. ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഈ ലോട്ടറി സ്കാമിൻ്റെ. അതിൻ്റെ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ പ്ലേ ചെയ്ത് കണ്ടത് ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ആണല്ലോ. അതിനകത്ത് അൻവർ എന്ന വ്യക്തി, അതായത് നാസർ എന്ന വ്യക്തിയുടെ മകനായിട്ടുള്ള അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇനി എൻ്റെ ഇന്നലത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാസർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ചെറിയൊരു അയാളെക്കുറിച്ച് കൂടി പറഞ്ഞേക്കാം. അയാളാണ് ഈ ലോട്ടറി വിൽക്കുന്ന ആൾ. അതായത് ആരൊക്കെയാണോ ആവശ്യം, ഈ ലോട്ടറി വിറ്റ് ഒരാൾക്ക് പണം ആവശ്യമുണ്ടല്ലോ, രോഗാവസ്ഥ, അതുപോലെ തന്നെ കടബാധ്യതകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലോട്ടറി എടുത്ത് വിൽക്കുന്ന ആളാണ് നാസർ. നാസറിൻ്റെ മകനാണ് ഈ പറയുന്ന അൻവർ. അൻവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഈ പറയുന്ന സ്വന്തം ഉപ്പയായിട്ട്, സ്വന്തം രക്തബന്ധമുള്ള ഉപ്പയായിട്ട് യാതൊരു ബന്ധവും ജീവിതത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾ, അതായത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞൊരു വീടാണ്, 5 മുറിയൊക്കെ ഉള്ള ഒരു വലിയ വീടാണ്. ആ വീടാണ് ഫസ്റ്റ് പ്രൈസായിട്ട് അടിച്ചിട്ടുള്ളത്. ആ ഫസ്റ്റ് പ്രൈസ് അടിച്ച ഷാഫിയുടെ ഫ്രണ്ടും കൂടിയാണ് ഈ പറയുന്ന അൻവർ. അതിൻ്റെയും കൂടി വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് വെച്ചേക്കാം. ഈ ഷാഫി അവിടെ അല്ല, ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോന. ഈ നാസറിന്റെ കല്യാണം കഴിച്ചേ ചെതലത്തുനിന്ന്, നാസറിന്റെ മകനാടല്ലേ ചെതലത്ത്. എന്നാ ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കുന്ന പണിയാ? അല്ല, ഓനെ ഒരു സ്വർണ്ണപ്പൂരിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കുന്ന ആരാ? കട്ടപ്പണിക്കാരൻ ആരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകൻ എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോനെ. ആ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അതുമാത്രമല്ല, ഷാഫി ഇവരെല്ലാവരും കൂടി കാണാൻ, അതായത് പാണ്ടിക്കാട് കുഞ്ഞാനും ഈ പറയുന്ന നാസറും എല്ലാം കൂടി തടഞ്ഞു നിർത്തി ഷാഫിനെ കാണാൻ പോകുന്ന ഒരു വലിയൊരു ഭയങ്കര വിശ്വസനീയമാക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ഇവർ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഷാഫി പറയുന്നത് ഇവർ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്, അതായത് ഈ നാസർ കാക്കാനെയും എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതാണെന്നാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നില്ല, ഇതുപോലെ മകൻ്റെ കൂട്ടുകാരനാണെന്ന് അതിനകത്ത് ഒരു വാക്ക് കൊണ്ട് പോലും ഇവർ സൂചന പോലും തരുന്നില്ല. എന്നിട്ടും പറയുന്നത് ഞങ്ങൾ തട്ടിപ്പൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഞങ്ങൾ സത്യസന്ധരാണ്. ഇനി രണ്ടാമത്തെ അതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് ഒരു ജെമിനി കാറായിരുന്നു, ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ സമ്മാനം ആർക്കാണ് കിട്ടിയത് നമുക്ക് നോക്കാം. രണ്ടാം സമ്മാനമായിട്ടുള്ള ജിമ്മിനി കിട്ടിയത് അവിടെ ആ നറുക്കെടുപ്പിനകത്ത് തന്നെ നിന്നിട്ടുള്ള ഒരാൾ, ആ വെള്ള ടീഷർട്ട് ഇട്ട ആൾ, അതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്ന ആ ആളുടെ അളിയനാണെന്നാണ് പറയുന്നത്. അതായത് 2 സമ്മാനം കിട്ടിയത് ഒരാൾ മോൻ്റെ കൂട്ടുകാരനും രണ്ടാമത്തെ ആൾ നറുക്കെടുപ്പിനകത്ത് തന്നെ നിന്ന ആളുടെ അളിയനുമാണ്. ഇതിനകത്ത് ജംഷീർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ടിക്കറ്റ് കറക്റ്റായിട്ട് അവർ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വോയിസിൽ അയാൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാൻ വയനാട് എന്ന് എഴുതി, വയനാട് എന്ന് എടുത്തിട്ടുള്ള ടിക്കറ്റിൽ നിന്നാണ് അടിച്ചിട്ടുള്ളത്. 2 ടിക്കറ്റ് എടുത്തിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിരുന്നു, അതുപോലെ വയനാടും എടുത്തിരുന്നു. അപ്പോൾ 2 ടിക്കറ്റ് എടുത്തിരുന്നു. ബാംഗ്ലൂർ ജോലി ഉണ്ടോ? അല്ലാതെ 2 കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ കട ഉണ്ടായിരുന്നു. കട ഉണ്ടായിരുന്നോ? ആ, എവിടെ? BTM ലേഔട്ട്. അതെയാ? ഹലോ, ആ പറഞ്ഞോ. അതുകൊണ്ടാണ് ബാംഗ്ലൂർ കൊടുത്തത്? അതെ, 2 കൂപ്പൺ എടുത്തു, 1 മാനന്തവാടി 1 ബാംഗ്ലൂർ, 2 കൊടുത്തു. എന്നിട്ടിപ്പം ജിമ്മി കിട്ടിയോ? ഇല്ല, ജിമ്മിന് നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച. വാങ്ങാണോ പൈസ ആയിട്ട് വാങ്ങണോ? എനിക്ക് പൈസ ആയിട്ട് വേണ്ട. പക്ഷെ എനിക്ക് വയനാട് നിന്ന് എഴുതിയിട്ട ടിക്കറ്റിനാണ് അടിച്ചതെന്ന്. പിന്നെ എങ്ങനെ അവിടെ ബാംഗ്ലൂർ വന്നു? അതിനകത്ത് കാണിച്ചിട്ട് കറക്റ്റായിട്ട് അവരെന്നെ ഷെയർ ചെയ്തിട്ടുള്ളതാണത്. അപ്പോൾ രണ്ടാമത്തെ അതും ഫ്രോഡാണെന്ന് മനസ്സിലായല്ലോ. ഇനി പാണ്ടിക്കാട് കുഞ്ഞാനാരാ? അൻവർ, അതായത് ഈ പറഞ്ഞ നാസർക്കാരൻ്റെ മോനായിട്ടുള്ള അൻവറിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആളാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ. അത് 2 പേരും വ്ളോഗേഴ്സാണ്, ഫാമിലി കണ്ടന്റും ഒക്കെ ചെയ്യുന്ന 2 പേരും വ്ളോഗേഴ്സാണ്. അപ്പം അവർ കൂട്ടുകാരുമാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാം ആയല്ലോ. അപ്പോൾ 3ാമത്തെ സമ്മാനം അത് ബുള്ളറ്റാണ്, അതും ഇവരുടെ ആൾക്കാർക്ക് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും പുറത്ത് പോയിട്ടില്ല, എല്ലാം അവർ തന്നെ പങ്കിട്ടെടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ജനങ്ങളെ മൊത്തവും പറ്റിച്ച് 1 രൂപ പോലും പുറത്തോട്ട് ഇവർ കൊടുത്തിട്ടില്ല, പോയിട്ടില്ല. പിന്നെ കറണ്ട് അപ്ഡേറ്റ്, ഇപ്പം സമ്മാനം കിട്ടിയ ആരെങ്കിലും, ഇപ്പം ഇത്രയും വലിയൊരു വീട്, ഞാൻ ആ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഇപ്പം എടുത്തിട്ടുണ്ട്, എനിക്കാണ് അത് അടിച്ചതെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ഞാൻ പണിക്ക് പോകത്തില്ല. എനിക്ക് വീടൊന്ന് കാണുമെങ്കിലും ചെയ്യണമല്ലോ, ഒരാകാംക്ഷ ഉണ്ടാവുമല്ലോ. ഞാൻ ഓടിച്ചെല്ലും, നമ്മൾ ആവശ്യപ്പെടും, എന്നിറങ്ങും എന്ന് നമ്മൾ ചോദിക്കും. നമ്മൾ എടുത്തല്ലേ, ടിക്കറ്റ് എടുത്തല്ലേ, ഓക്കെ, നമ്മളൊരു
കിട്ടിയെങ്കിൽ നമ്മുടെ സ്വന്തമാണ് സാധനം. അപ്പം നമ്മൾ പറയും ഒരു മാസത്തിനുള്ളിൽ ഇറങ്ങി തരുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. അപ്പോൾ അവർ പറയും ഓക്കെ, അത് സത്യസന്ധമാണെങ്കിൽ അവർ പറയും ഓക്കെ എന്നേ പറയുള്ളൂ. പക്ഷേ ഇവിടെ ഷാഫിക്ക് ഈ വീട് വേണ്ട, ഷാഫിക്ക് ഇങ്ങോട്ട് വരണ്ട. കാരണം 150 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരലും നോക്കലും കാണലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരികയും വേണ്ട, വീടും വേണ്ട, സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട, തൽക്കാലം നാസറാക്ക ഇവിടെ നിന്നോളാൻ അങ്ങനെ പറഞ്ഞ് കൈ കൊടുത്ത് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ടാണ് ഇവർ പിരിയുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ സമ്മാനം കിട്ടിയ ഈ പറഞ്ഞ അജ്മിന് കിട്ടിയ ആൾക്ക് വണ്ടി വേണ്ട, എനിക്ക് വണ്ടി വേണ്ട, എനിക്ക് പൈസ മതിയെന്ന്. അപ്പോൾ വണ്ടി കൊടുത്താലല്ലേ വണ്ടി കൊടുത്തോ ഇല്ലയോ എന്ന് മറ്റുള്ളവർ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ പൈസയാണെങ്കിൽ കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ വണ്ടിയുടെ കാശ് കൊടുക്കണ്ട, എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ഒഴിവാക്കാം ഇവരൊക്കെ. ഈ പറഞ്ഞ ഷാഫീനെ ആണെങ്കിലും എല്ലാവരും സത്യം പറഞ്ഞാൽ വീടും പോവില്ല, വണ്ടിയും പോവില്ല, ഒന്നും പോകത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് 3, 4, 5 സമ്മാനങ്ങളൊക്കെ അടിച്ച ടിക്കറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, നോക്കിക്കോ. അപ്പോൾ ഇതൊന്നും ഒരു സ്ഥലത്തേക്കും കൊടുത്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ആരും കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ക്ലോസ് ചെയ്യുമ്പോൾ പറയുന്നത് 8000 ചില്ലാൻ ടിക്കറ്റുകൾ, അതായത് 8300 ടിക്കറ്റ്, 330 സംതിങ് ടിക്കറ്റാണ് വിറ്റത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു 80 ലക്ഷം രൂപയെ കിട്ടുന്നുള്ളൂ. 80 ലക്ഷം രൂപ 85 ലക്ഷം രൂപ കൂടിപ്പോയാൽ കിട്ടി എന്നിരിക്കും. അതുകൊണ്ട് ഇത്രയും വലിയ വീട്, 5 മുറിയുള്ള ഒരു വീടും പിന്നെ ഈ പറയുന്ന വണ്ടിയും ബുള്ളറ്റും പിന്നെ സ്വർണ്ണ നാണയവും എല്ലാം കൊടുത്തിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് കടബാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്, രോഗ അവസ്ഥകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഭാവിയിൽ ഇനി ജീവിക്കണം അയാൾക്ക്. അപ്പോൾ ഇയാൾക്ക് എന്ത് തേങ്ങയാണ് കിട്ടിയത്? അതിലും വലിയ വില കൂടി സാധനമല്ലേ ഇത്, വിറ്റാൽ പോയി ഇതിൽ കൂടുതൽ പൈസ കിട്ടിയേനെ. അപ്പം എന്തുകൊണ്ടാണ് 80,000 രൂപ ആർക്കോ ഇയാളിപ്പോൾ അങ്ങോട്ട് സഹായം ചെയ്ത പോലെ ആയിപ്പോയല്ലോ. അതായത് ഷാഫിയെയും ജംഷീറിനെയും എല്ലാം ഇയാളിപ്പോൾ അങ്ങോട്ട് സഹായിച്ചത് പോലെ ആയില്ലേ. ഇതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? മാത്രമല്ല ആ കണ്ടെയ്നർ ഓരോ പ്രാവശ്യം ഇവർ നിറയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ഓരോ പ്രാവശ്യമായിട്ട്. അപ്പോൾ ആദ്യം 7,000 ആയി എന്ന് പറയുന്നു, പിന്നെ 8,000 ടിക്കറ്റ് എടുത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ ടിക്കറ്റ് ഇട്ടിട്ട് നിറച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ നറുക്കെടുക്കാൻ നേരത്ത് ഫുള്ളുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഓരോ ആ ടിക്കറ്റിൻ്റെ ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും ഒരു ടിക്കറ്റിന്. അതിനകത്ത് അടിച്ച ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 21,000 സംതിങ്ങിനാണ് ആ ടിക്കറ്റ് നമ്പർ, അതിനാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ടിക്കറ്റ് ഇവർ വിറ്റു? അപ്പോൾ 8,000-ന് മുകളിലല്ലേ 21,000, അത് 8,000-ന് താഴെയാണോ? നമുക്ക് കണക്കറിയാൻ പാടില്ലാത്തതാണോ? അതുകൊണ്ടാണോ? അതല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം എല്ലാം പോട്ടെ, ഇനിയിപ്പോൾ സീരിയൽ നമ്പർ ഇപ്പോൾ 21,000-ൽ നിന്നാണ് തുടങ്ങിയെന്ന് ഇരിക്കട്ടെ, അല്ല 20,000-ൽ നിന്നാണ് തുടങ്ങിയെന്ന് ഇരിക്കട്ടെ. പക്ഷെ ബാക്കി സീരിയൽ നമ്പറൊക്കെ ചെറിയ 1,000, 10,000 ഒക്കെയാണ്. അപ്പോൾ അതെങ്ങനെ വന്നു? അവർക്കാണ് ഈ ടിക്കറ്റ് ഒക്കെ അടിച്ചിട്ടുള്ളത്. അതൊക്കെ ചോദ്യങ്ങളാണ്. മാത്രം ഇത്രയും ടിക്കറ്റ് ഉണ്ട് അതിനകത്ത്, എത്ര ടിക്കറ്റ് ഉണ്ട് അതിനകത്ത്? 8,000 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കൈക്കുട്ടി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് എന്തുമാത്രം ആ കണ്ടെയ്നർ ഏകദേശം ഒരാളുടെ കൈ ഇട്ടിട്ട് അങ്ങോട്ട് കുത്തിയിട്ട് അങ്ങ് കുഴച്ചിട്ട് പോലും മാറുന്നില്ല. അതിന് മാത്രം ടിക്കറ്റുകളാണ് വിറ്റ് പോയിട്ടുള്ളത്. അപ്പം എത്ര കോടി രൂപയുടെ സ്കാമാണ് ഇവിടെ നടന്നിട്ടുള്ളത്? പച്ചയായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യരെ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്നാണ് പറയേണ്ടത്. അതിന് ഈ കുഞ്ഞാനും കൂട്ടുനിന്നിട്ടുണ്ട്, എല്ലാ വ്ളോഗേഴ്സും കൂട്ടുനിന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാ വ്ളോഗേഴ്സും ആണെങ്കിൽ ഇതിനകത്ത് ഇപ്പം പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് വഴി കണ്ട് പരിചയപ്പെട്ട് ഈ പാവത്തൊക്കെ നടിച്ച് ആൾക്കാരിലോട്ട് എത്തി അങ്ങനെ ആൾക്കാരുടെ ഒരു വിശ്വാസം ഇവർ നേടിയെടുത്തതിന് ശേഷം ആണ് ഈ ഒരു ചതി നടന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് തന്നെ ഈ വ്ളോഗേഴ്സിനെ എല്ലാം നിരോധിക്കണം യൂട്യൂബിൽ നിന്ന് തന്നെ. അതാണ് വേണ്ടത്. ഇവർ ഈ രീതിയിലാണ് ഫ്രോഡ് പരിപാടി സത്യം പറഞ്ഞ ജനങ്ങളെ പറ്റിച്ചത്. എന്നിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒന്നും മിണ്ടാത്തോടെ ഇരുന്നുകൊണ്ട് പിന്നെ അവരെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ടീമുകൾ ഇതിനകത്തുണ്ട്. അതെന്തുകൊണ്ടാണ് അവർ മിണ്ടാണ്ടിരിക്കുന്നത്? കുഞ്ഞാനും പൈസ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാനും പൈസ കിട്ടി, ഇപ്പോൾ ഈ ബാക്കി എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്ത് ഓരോ വ്യക്തികൾക്കും പൈസ കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കുമല്ലോ ഇതുപോലെ ഒരു സ്കാമ്പ് പരിപാടിയാണ് ഇതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മനസ്സിലായില്ലെങ്കിൽ ഇവർ ഉറപ്പായിട്ടും അവിടെ വരത്തില്ല. നറുക്കെടുപ്പിൻ്റെ അന്ന് എന്തുകൊണ്ട് ഇവർ അപ്രത്യക്ഷരായി പോയി? അത് മാത്രമല്ല ഇവർക്കിപ്പോൾ അറിയില്ലെന്നിരിക്കട്ടെ, ഇവർക്ക് ആർക്കും അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല? ഇത്രയും വലിയ സ്കാം നടന്നു, ജനം മൊത്തം സംസാര വിഷയമാണ്, കേരളം മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച്. എന്തുകൊണ്ടാണ് ഇവർ വായടച്ച് മിണ്ടാതിരിക്കുന്നത്? വായടച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇവർ മേടിച്ച കാശിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം ജനങ്ങളിലോട്ട് എത്തും. അപ്പോൾ ഇത്രയും നാൾ ഇവർ ഈ പാവത്തങ്ങളെ പോലെ നിന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും വരുമാനമൊന്നും ഇല്ല, എനിക്കൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞതിനെല്ലാം ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. ഇത്രയും രൂപയൊക്കെ കിട്ടിയിട്ട് നിസ്സാര ആളുള്ള ചാനലിൽ പോലും വരുമാനമുണ്ട്, ചെറിയൊരു തുച്ഛമായ ഒരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ ഇറങ്ങുന്നത്? കള്ളത്തരം കാട്ടിയെന്ന് ആളുകൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ നമ്പർ 1 യൂട്യൂബറായ നമ്മളെ കേൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ നമ്മളെ ഇവൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ല, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോളി. ഞാൻ മാത്രം നല്ല ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരാണ്.
എന്നിട്ട് നിങ്ങൾ വെറുതെ അല്ലല്ലോ, വെറുതെ ചെയ്തതല്ലല്ലോ, പൈസ മേടിച്ചിട്ട് നിങ്ങൾ ചെയ്തതല്ലേ. അപ്പോൾ പൈസ മേടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ ഇറങ്ങുന്നത് എന്താണ്? എന്നിട്ടും പറയണേ എനിക്കൊരു വരുമാനമില്ല. എത്ര ഉദ്ഘാടനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, എത്ര പ്രൊമോഷനുകളാണ് നിങ്ങൾ ചെയ്യുന്നത്, എത്ര പ്രോഡക്റ്റുകളാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനകത്തൊക്കെ നിങ്ങൾക്ക് വരുമാനമുണ്ട്. നിങ്ങൾ ഈ ഷോർട്സ് എല്ലാം ചെയ്യുന്ന വീഡിയോസിന് എല്ലാത്തിനും പരസ്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിനെല്ലാം നിങ്ങൾക്ക് പ്രൊമോഷനാണ്, പൈസ കിട്ടുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള സ്കാമിൽ ജനങ്ങളെ പെടുത്തുന്നത്? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അറിയാണ്ടിരിക്കത്തില്ല. ഇത് ആദ്യത്തെ തവണയല്ല, ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഇത് ആദ്യത്തെ തവണയല്ല ഇങ്ങനെ ഒരു സ്കാം. നേരത്തെ ഇങ്ങനത്തെ ഒരു സ്കാം നടത്തിയിരുന്നു. അയാൾ പറഞ്ഞില്ല എൻ്റെ ആദ്യത്തെ വീഡിയോ, എനിക്ക് ആദ്യത്തെ പറ്റിയ അല്ല, ഇതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ ആണെന്ന് എനിക്ക് തോന്നുന്നു അയാൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിരുന്നു. ഇതുപോലെ വീട് സ്ഥലമൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ ടിക്കറ്റ് വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് അത് നിയമവിരുദ്ധമാണ്, അതായത് കേരളത്തിൽ നിയമവിരുദ്ധമാണ്, സപ്പോർട്ട് കിട്ടില്ല, പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ടിക്കറ്റിൻ്റെ കാശൊക്കെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു, കുറച്ച് ആൾക്കാർക്കൊന്നും കൊടുത്തില്ല. ആ രീതിയിൽ അങ്ങ് വിട്ടു. അതിൻ്റെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്ത്. രണ്ടാമത്തെ വീഡിയോ ഇത് പറഞ്ഞു പാണ്ടിക്കാട് കുഞ്ഞുണ്ട്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതേപോലെ 3000 റുപ്യ വെച്ചിട്ട് എത്ര 3000 ആളുകൾ അങ്ങാണ്ട് നറുക്കെടുപ്പ് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഉടായ്പാൻ തോന്നി. ഞാൻ നേരെ നമ്മളെ CAG ഗ്രൂപ്പിലെ പൈസയിൽ വോയിസ് വിട്ടു. അപ്പൊ പൈസയിൽ പാവം പറഞ്ഞു ഞാൻ അവരുടെ വീഡിയോ ഒന്നും കാണില്ല എന്ന്. അങ്ങനെ പൈസയിൽ പാവം സെർച്ച് ചെയ്ത് നോക്കിയാൽ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ജീവക്കത് ഉടായ്പാണത്, നമുക്ക് ഇതിന് ഒരു വീഡിയോ ആക്കണം, പെട്ടെന്ന് പാവപ്പെട്ട പ്രവാസികളൊക്കെ ഇതിൽ പെട്ടുപോകും. എന്നിട്ട് പൈസ ടെൻഷനായി പൈസ വിഷമമായിട്ട് പൈസ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസിൽ പറഞ്ഞത് നിയമവിരുദ്ധാന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ ആക്കാൻ പറ്റില്ല, മനസ്സിലായി? പൈസ കുറെ ബുദ്ധിമുട്ടി പാവും അതിന് സത്യസന്ധത അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാനുള്ളത് അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നും നടത്തുന്ന പരിപാടി അല്ല, ഇത് നിരന്തരം ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയെങ്കിലും സ്റ്റോപ്പ് ആയില്ല എങ്കിൽ, നമ്മൾ ഇത് ഇപ്പോഴെങ്കിലും ഇതിന് പ്രതികരിച്ചില്ല എങ്കിൽ, ഇനിയും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ വീണ്ടും തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ തെളിവ് സഹിതം ഈ സീരിയൽ നമ്പറൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. ഓരോന്നും 8330 ടിക്കറ്റോ വിറ്റുള്ളൂ എങ്കിൽ വൻ നഷ്ടത്തിലാണ് ഈ കച്ചവടം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? പിന്നെ നാസറാക്കട വേറൊരു തട്ടിപ്പുണ്ട്. ഇയാൾ മെയ് 1-ാം തീയതി ആയപ്പോൾ ഒരു വീഡിയോ, അല്ലാണ്ട് തന്നെ ഇങ്ങനെ 10-15 ദിവസം കൂടുമ്പോൾ അയാൾ വീഡിയോ ഇടുന്നുണ്ട്, ഇങ്ങനെ ഇട്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത്രയായിട്ടോ, ഈ കണ്ടെയ്നറിൽ ഇത്രയായിട്ടുണ്ട്, ഇനിയും ടിക്കറ്റുകൾ വിൽക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതത്തെയും ഇവർ കൂട്ടുപിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയ് 1-ാം തീയതി ആയപ്പോൾ ഇയാൾ പറയുന്നുണ്ട് 2 ടിക്കറ്റ് എടുക്കുന്നവർക്ക് 1 ടിക്കറ്റ് ഫ്രീ. അതായത് 2000 രൂപ മുടക്കി നിങ്ങൾ 1 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 ടിക്കറ്റും കൂടി ഫ്രീ, അതായത് 3000 രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന്. അപ്പോൾ ഒരാൾ രണ്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 1 ടിക്കറ്റ് ഇവരുടെ വക ഫ്രീയും കിട്ടുകയാണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഓഫറുകൾ കൂടെ വെക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ എടുക്കത്തല്ലേ ഉള്ളൂ. ഇതൊരുമാതിരി ജനങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ കൂടുതൽ വിട്ടു കൊടുക്കുകയാണെന്നുള്ള മട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, ജനങ്ങളെ പറ്റിച്ച്, കബളിപ്പിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. കേരളത്തിലെ ജനങ്ങളൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഇവരുടെ വിശ്വാസം കൂടി മുതലെടുത്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ, ഒരു കൂലിപ്പണിക്കാരൻ്റെ എങ്കിലും പൈസ ഇതിനകത്ത് പോകാണ്ടിരുന്നിട്ടുണ്ടാവില്ല. ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു വണ്ടി ഇല്ലാത്തവനൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ഈ സ്കാമിന് ഇരയായത്. അത് നിങ്ങളുടെ വലിയ പൊങ്ങച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ബുദ്ധിമാന്മാരായതുകൊണ്ട് ഇനി ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്താൽ ഇനി നിങ്ങൾ ചെയ്യരുത്. നിങ്ങളൊക്കെ സ്വത്തും സത്യം പറഞ്ഞാൽ കണ്ടുകെട്ടണം. അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ നിന്നും സത്യം പറഞ്ഞാൽ ഈ പ്രൊമോഷൻ ചെയ്ത സകല എണ്ണത്തിനെയും എടുത്ത് പുറത്ത് കളയണം. ഇനി ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഇവറ്റകൾ വളർന്നു പോവാണ്ടിരിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ യൂട്യൂബ് വരെ ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരെ എടുത്ത് കളയണം. യൂട്യൂബ് വരുമാനം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിന് കാര്യത്തിനാണ് ഇവർ ഈ പുറം ലോകത്ത് പോയിട്ട് അത് ഇതുപോലത്തെ വെറും സ്കാം ഇടപാടുകൾക്ക് കൂട്ടുന്നത്, ജനങ്ങളെ പറ്റിക്കുന്നത്? ഈ ജനങ്ങൾ കണ്ടിട്ടാണ് ഈ പറയുന്ന യൂട്യൂബർമാരായതും. അതുപോലെ ഇങ്ങനെ ഓരോ കള്ളക്കഥകളും അയ്യോ പാവത്തൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിശ്വസിച്ചും അവർക്ക് ആ സ്നേഹവും ഒക്കെ തന്നിട്ടാണ് നിങ്ങൾ ഈ നിലയിലെത്തിയത്. എന്നിട്ട് അവരെ തന്നെ വീണ്ടും പറ്റിക്കുന്നത് അത് മോശമല്ലേ? എന്നിട്ടും അത് കണ്ടിട്ട് മറ്റുള്ളവർ മിണ്ടാണ്ടിരിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? എന്നിട്ടും യൂട്യൂബേഴ്സിനാണ് കുറ്റം. അതായത് ഇവരെ കുറ്റം പറഞ്ഞാലും ഇവരെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം കുറ്റമാണ്. ചോദിക്കുന്നവർക്കാണ് എപ്പോഴും കുറ്റം. എല്ലാ വ്ളോഗേഴ്സും ഇതൊക്കെ ചെയ്ത എല്ലാ വ്ളോഗേഴ്സും കണക്ക് സഹിതം പറയേണ്ടതായിട്ട് വരും ജനങ്ങളോട്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അതുപോലെ തന്നെ പ്രവാസികളെല്ലാം എന്തൊരു വിഷയം, എന്തൊരു സ്കാമ, എന്ത് തട്ടിപ്പ് നടന്നാൽ പോലും അവരതിനെതിരെ ചോദ്യം ചോദിക്കുന്നതിന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്ത് അപകടമായിക്കോട്ടെ, എന്ത് പ്രളയം ആയിക്കോട്ടെ, എന്ത് കൊറോണ ആയിക്കോട്ടെ, എന്ത് വന്നാലും ഒരുമിച്ച് നിൽക്കുന്നവരാണ്. എന്നിട്ട് ഈ ഒരു സ്കാമിനെതിരെ ഇത്രയും ആൾക്കാർ ഈ ടിക്കറ്റ് എടുത്തവരാണ്. ഒരാൾ പോലും ആ ടിക്കറ്റ് പൊക്കി പിടിച്ചിട്ട് ഞാൻ എടുത്തിരുന്നു കേട്ടോ, ആ ടിക്കറ്റ് ഞാൻ എടുത്തിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ ഗൂഗിൾ പേ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ പോലും ഇവർക്കെതിരെ സംസാരിക്കുന്നില്ല. അതാണ് ഇവരുടെ ധൈര്യം. ഇനിയും നിങ്ങളിങ്ങനെ വായടച്ച് പൊത്തിക്കെട്ടിക്കൊണ്ടിരുന്നാൽ ഇവരെ പോലെയുള്ളവർ വീണ്ടും വളർന്ന് വലിയ സ്കാം എന്ന് വെച്ചാൽ മൊത്തം വിറ്റ് മുടിപ്പിക്കുന്ന രീതിയിൽ സ്കാം ചെയ്തുകൊണ്ട് ഇനിയും വരും. അത് ഇനിയും എന്തെങ്കിലും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെറ്റ വർത്തമാനങ്ങൾ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും.